നമ്മൾ ഒരു കുട്ടിയെ ഒരു 6 ഇയേഴ്സ് ആവണ വരെയുള്ള ടൈം എന്ന് വെച്ചാൽ അത്യാവശ്യം ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ആ സമയത്ത് കുട്ടിക്ക് കിട്ടിയിട്ടുള്ള ആ ഇൻപുട്സ് സ്വാഭാവികമായിട്ടും ആ കുട്ടീൻ്റെ ഫ്യൂച്ചർ ലൈഫിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. ആ കുട്ടി എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കുന്നത് അവരുടെ പാരൻസിൻ്റെ സൈഡിൽ നിന്നും Means parents will be a model for them. അപ്പം അത് ആ ഒരു 6 ഇയേഴ്സ് വരെയുള്ള ആ ഒരു ഏജ് എന്ന് വെച്ചാൽ അത്യാവശ്യം ക്രൂഷ്യൽ ആയിട്ടുള്ള സമയമാണ്. ആ അതെ. സമയത്ത് അവർക്ക് കിട്ടിയിട്ടുള്ള വാംത്ത് അല്ലെങ്കിൽ ആ അറ്റൻഷൻ, കെയർ അത് സ്വാഭാവികമായിട്ടും അവരുടെ ലൈഫിൽ പോസിറ്റീവ്ലി റിഫ്ലക്റ്റ് ചെയ്യും. എന്നാൽ ആ കുട്ടിക്ക് ചെറുപ്പകാലത്ത് കിട്ടിയിട്ടുള്ള അബ്യൂസുകൾ, ഫിസിക്കലി, മെൻ്റലി അല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമാസ് അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ഹേർട്ട് ചെയ്ത എന്തെങ്കിലും പണിഷ്മെൻറ്റ്സ് അത് സ്വാഭാവികമായിട്ടും ആ കുട്ടീനെ ഫ്യൂച്ചറിൽ നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യും. പാരൻ്റ് അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്ക് കണ്ട് ശീലിച്ച് വന്ന ഒരു കുട്ടിക്ക് സ്വാഭാവികമായിട്ടും ആ കുട്ടി ഒരു അഡൾട്ട് അല്ലെങ്കിൽ ഒരു മാരീഡ് ഏജ് ഒക്കെ എത്തുമ്പോഴത്തേക്ക് കുട്ടി ഈസ് നോട്ട് റെഡി അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും എന്നുള്ള ടെൻഷൻ, ആ ഒരു ആങ്സൈറ്റി കുട്ടീൻ്റെ ഉള്ളിൽ trauma ഉണ്ടാവും. ഉണ്ടാവും. ആ ട്രോമ കുട്ടീൻ്റെ ലൈഫ് ലോങ് അതുണ്ടാവും. Okay, എന്നാൽ okay. നേരെ ഹാപ്പിയർ ആയിട്ടുള്ള ഒരു പാരൻസ് ആണ് ഡീൽ ചെയ്ത കുട്ടിയാണെങ്കിൽ ഷീ വിൽ ബി എക്സൈറ്റഡ് ഗെറ്റിംഗ് മാരീഡ് അല്ലെങ്കിൽ ഈ Okay, okay, റിലേഷൻഷിപ്പിൽ. okay. കാരണം അവരെ പോലെ എനിക്ക് ആവാം എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു തീർച്ചയായിട്ടും. ഇതുണ്ടാവും ആ കുട്ടിയുടെ സൈഡിൽ. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ നമ്മൾ പാരൻറ്റിങ് അല്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടും കുട്ടിയുടെ ഫ്യൂച്ചറിൽ അത് റിഫ്ലക്ട് ചെയ്യും. മാം പറഞ്ഞ പോലെ സ്ട്രോക്ക്, എന്ത് സ്ട്രോക്കാണോ കുട്ടിക്ക് കിട്ടുന്നത് അതെ 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 അത് കുട്ടിയുടെ അത് ജീവിതത്തിൽ എന്തായാലും reflect ഇൻഫ്ലുവൻഷ്യൽ ചെയ്യും. ആയിരിക്കും എന്നുള്ള